ഹലോ, ഞാൻ ഡോക്ടർ മാത്യു ഡൊമിനിക്, സീനിയർ ENT ഹെഡ് ആൻഡ് നെക്ക് ആൻഡ് കോക്ലിയർ ഇംപ്ലാന്റ് സർജൻ ഫ്രം എറണാകുളം. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് ചെവി. ചെവി കേൾക്കാനും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള ഒരു അവയവമാണ്. ചെവിക്ക് വളരെ ചെറിയ ശബ്ദം, ഒരു ഇല അലങ്ങുന്നത് തൊട്ട് ഒരു ജെറ്റ് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത് വരെ ഒരു പ്രയാസമില്ലാതെ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ പല ഫ്രീക്വൻസികൾ, ഒരു ചെണ്ടയുടെ ശബ്ദം പോലെ തന്നെ ഒരു വിസിലിന്റെ ശബ്ദം, പല സൗണ്ടുകളിലുള്ള പല ഫ്രീക്വൻസികളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. മൂന്നാമതായിട്ട് ചെവിക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ഒരു ശബ്ദം എവിടുന്നാ വരുന്നതെന്ന്. ഏകദേശം 40 വയസ്സ് തൊട്ട് ചെവിയുടെ ശക്തി കുറഞ്ഞു വരും. ശബ്ദങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അകലെ നിന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ ശബ്ദം കേൾക്കും, പക്ഷെ എന്താണ് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ശബ്ദം കുറഞ്ഞ് കേൾക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും. കേൾവിക്കുറവായിട്ട് ആളുകൾ വരുമ്പോൾ ചെവി പരിശോധിക്കും. അതിനുശേഷം കേൾവിയുടെ അളവ് അറിയാനായിട്ട് 2 ടെസ്റ്റുകൾ അയക്കും. ഒന്ന് പ്യൂർ ടോൺ ഓഡിയോഗ്രാം, ശബ്ദങ്ങൾ കൊടുത്ത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. രണ്ടാമത് സ്പീച്ച് ഓഡിയോമെട്രി, വാക്കുകൾ പറഞ്ഞുകൊടുത്ത് തിരിച്ചു പറയാനായിട്ട് പറയും. ഈ 2 ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. കേൾവിക്കുറവ് ഉണ്ടെങ്കിൽ അത് മറികടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ആ പറയുന്നത് ചെറുതായിട്ട് മറികടക്കാൻ പറ്റും. കൂടുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശ്രവണ സഹായി ആവശ്യമുണ്ട്. കാഴ്ച കുറയുമ്പോൾ കണ്ണട വെക്കുന്ന പോലെ തന്നെ ചെവിയുടെ കേൾവി കുറയുമ്പോഴും ശ്രവണ സഹായി വെക്കുകയാണ് ഇതിനായിട്ടുള്ള ചികിത്സ. മരുന്നോ ഓപ്പറേഷനോ പ്രായത്തിലുള്ള കേൾവിക്കുറവിന് ഇല്ല. കേൾവിക്കുറവിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ENT ഡോക്ടറെ കാണുക.